നമസ്കാരം. മിക്ക ആൾക്കാർക്കും ഒരു വലിയൊരു പ്രശ്നമാണ് അവരുടെ സ്മാർട്ട് ഫോണിൽ സ്റ്റോറേജ് ഫുൾ ആകുന്നത്. ഈ സ്റ്റോറേജ് ഫുൾ ആകുന്നത് മിക്കവാറും നമ്മുടെ അശ്രദ്ധ കൊണ്ട് മാത്രമാണ്. മെയിനായിട്ട് നമുക്കറിയാം, നമ്മുടെ ഫോണിലൊക്കെ നമുക്ക് ധാരാളം ആപ്സ് ഉണ്ട്. നമ്മളെല്ലാവരും ധാരാളം ആപ്സ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ധാരാളം ഫോട്ടോസ് നമ്മുടെ ഫോണിൽ എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ ഫോണിൽ സ്റ്റോറേജ് ഫുൾ ആകുന്നു. നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഫോണിൽ പലപ്പോഴും സ്റ്റോറേജ് ഫുൾ ആകുന്നു. ഈ സ്റ്റോറേജ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആക്കാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ച് ഒരു 2-3 പോയിന്റ്സ് ആണ് ഞാനിവിടെ പറയുന്നത്. ഈ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ ചെയ്താൽ നമ്മുടെ ഫോണിൽ അനാവശ്യമായി സ്റ്റോറേജ് ഫുൾ ആകുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മൾ എല്ലാവരും ഫോണിൽ ധാരാളം ആപ്സ് ഉപയോഗിക്കുന്നവരാണ്. ഇന്ന് ധാരാളം ആപ്സ് പ്ലേ സ്റ്റോറുകളിൽ അല്ലെങ്കിൽ മറ്റ് സോഴ്സുകളിൽ അവൈലബിൾ ആണ്. നമ്മളെല്ലാവരും അത് ഇൻസ്റ്റാൾ ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ സ്റ്റോറേജ് നമുക്ക് ഫുൾ ആകുന്ന സമയത്ത് എങ്ങനെയെങ്കിലും നമ്മുടെ പല ആപ്സും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന, ഇൻബിൽറ്റ് അല്ലാത്ത നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പലരും ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്ന് പറയുന്നത്, ഹോം സ്ക്രീനിൽ ഈ ആപ്സിന്റെ ഐക്കൺ ലോങ് പ്രസ് ചെയ്ത് അൺഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് അത് അൺഇൻസ്റ്റാൾ ചെയ്തതായിട്ട് അവർ വിചാരിക്കുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ആ ആപ്സിന്റെ ഡേറ്റാസ് അതുപോലെ തന്നെ സേവ് ആയി കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഫോണിന്റെ സെറ്റിംഗ്സിലേക്ക് പോകുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ആപ്സ് അല്ലെങ്കിൽ ആപ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ആപ്സ് ഇൻഫോ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഇൻബിൽറ്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതുമായ ആപ്സ് എല്ലാം തന്നെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആപ്പ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ നമുക്കറിയാം, അവിടെ ക്ലിയർ ഡാറ്റ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ താഴെ ക്ലിയർ ക്യാച്ച് എന്നൊരു ഓപ്ഷൻ കാണും. ഇവിടെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ആപ്പിന്റെ ക്ലിയർ ഡാറ്റ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് ക്ലിയർ ഡാറ്റ കൊടുക്കുക. ക്ലിയർ ഡാറ്റ കൊടുത്ത ശേഷം ക്ലിയർ ക്യാച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അവിടെ അൺഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ അൺഇൻസ്റ്റാൾ കൊടുത്ത് അങ്ങനെ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുക. ഇങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ആപ്പുമായി ബന്ധപ്പെട്ട ഡേറ്റാസും അതിന്റെ ക്യാച്ച് ഫയൽസും ഒക്കെ നമ്മുടെ ഫോണിൽ നിന്ന് പൂർണ്ണമായിട്ട് നീങ്ങുന്നു. അതുവഴി നമ്മുടെ സ്റ്റോറേജ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അല്ലാതെ ഹോം സ്ക്രീൻ പോയി ലോങ് പ്രസ് ചെയ്ത് അൺഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടൊരു അൺഇൻസ്റ്റാൾ ആകില്ല. ഇതാണ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ മറ്റ് സോഴ്സുകളിൽ ഈ സ്റ്റോറേജ് ക്ലീനേഴ്സ് എന്ന് പറഞ്ഞ പലതരം ആപ്പുകൾ നമ്മൾ കാണാറുണ്ട്. നമ്മൾ പലരും അത് ഈ സ്റ്റോറേജിന്റെ പ്രോബ്ലം അനുഭവിക്കുമ്പോൾ അതിൽ നിന്ന് മുക്തി നേടാനായിട്ട് ഇങ്ങനെയുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് ഗുണത്തേക്കാൾ ഉപരിയായിട്ട് പലപ്പോഴും ദോഷകരമായിട്ട് നമുക്ക് വരാറുണ്ട്. ചില ആപ്പുകളൊക്കെ ഓക്കെ, അത് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് അത് നല്ല രീതിയിൽ ഫംഗ്ഷൻ ആകുന്നത്. പക്ഷെ ഭൂരിഭാഗം ആപ്പുകളും നമുക്കത് ഒരു വിനയായിട്ട് വരികയാണ് ചെയ്യുന്നത്. കഴിവതും ഇങ്ങനെയുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കാനായിട്ട് നോക്കും. കാരണം ഇങ്ങനെയുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന്റെ ഡേറ്റാസ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ അത് പ്ലേ ആകുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ അത് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റോറേജ് അത് ഫ്രീ ആകുന്നതിന് പകരം ഫുൾ ആകുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞു, ക്യാച്ച് ഫയൽസ്. നമ്മൾ ഫോണിൽ നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ ക്യാച്ച് ഫയൽസ് നമ്മുടെ ഫോണിൽ ക്രിയേറ്റ് ആവുകയും അത് നമ്മുടെ സ്റ്റോറേജിൽ സേവ് ആവുകയും ചെയ്യുന്നു. ഇത് നമ്മൾ പൂർണ്ണമായിട്ടും ക്ലിയർ ചെയ്യണം. ഇത് ക്ലിയർ ചെയ്യുന്നതിലൂടെ നമുക്ക് സ്റ്റോറേജ് ഫ്രീ ആക്കാനായിട്ട് സാധിക്കും. അതിപ്പോൾ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സെറ്റിംഗ്സിൽ പോയിട്ട് ഓരോ ആപ്പും എടുത്തിട്ട് അവിടെ ക്ലിയർ ക്യാച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഫയൽ എക്സ്പ്ലോറർ അല്ലെങ്കിൽ ഫയൽ മാനേജർ ഒരു ആപ്പ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ ക്യാച്ച് ഒരു ക്ലിക്കിലൂടെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നിൽ നിങ്ങൾ പല ഫോണിലും അത് പല രീതിയിലായിരിക്കാം. ഒന്നിൽ അത് സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്ലിയർ ക്യാച്ച് എന്നൊരു ഓപ്ഷൻ കാണും. ആ ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലെ
ഫുൾ ക്യാച്ച് ഫയൽസ് ക്ലിയർ ആവും. അതിലൂടെ സ്റ്റോറേജ് നമുക്ക് ഫ്രീ ആക്കാനായിട്ട് സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സെർച്ച് ബാറിലെ ഫയൽ മാനേജർ എടുത്തിട്ട് ഇന്റേണൽ സ്റ്റോറേജിൽ നമുക്ക് സെർച്ച് ബാറിൽ നമുക്ക് ക്യാച്ച് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ക്യാച്ച് ഫയൽസ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ആവശ്യമില്ല നമ്മൾ ആപ്പുകൾ ഫോണിൽ സേവ് ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് ഫോണിൽ സ്റ്റോറേജ് ഫുൾ ആകാതെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ അതിൽ ഇൻബിൽറ്റ് ആയിട്ട് പല ആപ്പുകളും ഉണ്ടാവും. പക്ഷെ ഈ ആപ്പുകളിൽ പലർക്കും ആവശ്യമില്ലായിരിക്കാം. അങ്ങനെ ആവശ്യമില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെറ്റിംഗ്സിൽ പോയി ആപ്സ് അല്ലെങ്കിൽ ആപ്സ് മാനേജർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് ആ ആപ്പ് നമുക്ക് ഡിസേബിൾ ആക്കുക അല്ലെങ്കിൽ ഹോട്ട് സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്യാം. ഇതുവഴി നമുക്ക് സ്റ്റോറേജ് ഫുൾ ആകുന്നത് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു, പ്രയോജനകരമാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.